കൃഷ്ണ ഗുരുവായൂരപ്പ. ഇപ്പം സമയം ഏകദേശം 4:30 ആയിട്ടുണ്ട്. അപ്പം 4:10 കൂടിയാണ് നമ്മൾ ഏകാദശിയുടെ അന്നദാനം പ്രസാദം കഴിച്ചിറങ്ങിയത്. അപ്പം ഏകാദശിക്ക് എന്തൊക്കെ ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. ഏകാദശിക്ക് ഗുരുവായൂരമ്പലത്തിൽ ഗോതമ്പിൻ്റെ ചോറായിരുന്നു. അതുപോലെ തന്നെ കറി എന്ന് പറയുന്നത് പുളിശ്ശേരി ആയിരുന്നു. പിന്നെ നാരങ്ങ അച്ചാറുണ്ടായിരുന്നു. പിന്നെ പയറ്, മത്തങ്ങ. ഇൻഫർമേഷൻ സെന്റർ സമീപം എത്തിച്ചേരുക. സായിബാബു വടകരയിൽ നിന്ന് വന്നിട്ടുള്ള ശാന്തിനി ക്ഷേത്രത്തിലെ ക്ഷേത്ര പരിസരത്തുണ്ടെങ്കിൽ ക്ഷേത്രത്തിന്റെ കിഴക്കേനടയിലുള്ള ഇൻഫർമേഷൻ സെന്റർ സമീപം എത്തിച്ചേരുക. സായിബാബു കാത്തിരിക്കുന്നു. പിന്നെ മത്തങ്ങ, കാച്ചിൽ, പയറ് ഒക്കെ കൂടി ഒരു പുഴുക്ക് പോലെ ഒരു കറി. ഇത്രയാണ് ഉണ്ടായിരുന്നത്. പിന്നെ ഇന്ന് സ്പെഷ്യൽ ഏകാദശിയുടെ ഒരു സ്പെഷ്യൽ പ്രസാദം എന്ന് പറയാനായിട്ട് പായസമായിരുന്നു. ഗോതമ്പും ശർക്കരയും കൊണ്ടുള്ള പായസം ഉണ്ടായിരുന്നു കേട്ടോ. ഇതൊക്കെയായിരുന്നു ഇന്ന് ഏകാദശിയുടെ അന്നദാന പ്രസാദം എന്ന് പറയുന്നത്. ഇന്നലെ മുതൽ ഞാൻ നോയമ്പായിരുന്നു. അത് ഞാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നില്ല നോയമ്പ് എടുക്കണമെന്ന്, പക്ഷെ അങ്ങനെ ആയിപ്പോയി. അപ്പം ഇന്നലെയും ഇന്നും അരിഭക്ഷണം എന്ന് പറയണത് ഞാൻ കഴിച്ചിട്ടില്ല. അപ്പം ഞാൻ നോയമ്പ് എടുക്കാനായിട്ട് ഞാൻ മനസ്സാ ഒരുങ്ങി എടുത്തതല്ല, അത് അങ്ങനെ ആയിപ്പോയതാണ്. ഭഗവാൻ പറഞ്ഞു എന്നാ നീ അങ്ങനെ നോയമ്പ് എടുത്തോളൂ, വ്രതം എടുത്തോളൂ എന്നുള്ള രീതിക്ക് അങ്ങനെ ആക്കി. അതൊരു അനുഭവമായിരുന്നു. രാവിലെ തുടങ്ങി ഇവിടെ നല്ല തിരക്കാണ്. ഒരുപാട് ആൾക്കാർ ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കണ്ണനെ കാണാനായിട്ട്. അപ്പോൾ ഇത്രയും ആൾക്കാർ എന്തിനാണ് ഈ ഏകാദശിക്ക് വീട്ടിലിരുന്ന് വിളിച്ചാൽ പോരെയെന്ന് നിങ്ങൾ ചോദിക്കും. വീട്ടിലിരുന്ന് വിളിക്കുന്നുണ്ട്. പിന്നെ എന്തിനാണ് ഏകാദശിക്ക് കണ്ണനെ കാണാൻ വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരെല്ലാം ഏകാദശിക്ക് 3 ദിവസത്തെ വ്രതം എടുത്തിട്ടാണ്, നവമി, ദശമി, ഏകാദശി വ്രതം എടുത്തിട്ടാണ് ആളുകൾ കണ്ണനെ കാണാൻ വരുന്നത്. അല്ലാതെ വെറുതെ നടയ്ക്ക് വന്ന് കുഴയാനും റീലെടുക്കാനും അത് കഴിഞ്ഞിട്ട് ഫുഡ് വെട്ടിയടിക്കാനും വേണ്ടിയിട്ടല്ല ഇന്നത്തെ ദിവസമൊക്കെ ആളുകൾ ഇങ്ങനെ തിരക്കി വരുന്നത്. ഇതൊക്കെ ഭക്തിയോടുകൂടി വ്രതം എടുത്തിട്ട് കണ്ണനെ കാണാൻ 3 ദിവസം നോയമ്പ് നോക്കുന്നവരുണ്ട്, വ്രതം എടുക്കുന്നവരുണ്ട്. ഞാനറിയാതെ 2 ദിവസത്തെ വ്രതം എടുത്തു. ഞാൻ ദശമി ഏകാദശിയാണ് എടുത്തത്. വേണമെന്ന് വെച്ചിട്ടല്ല, അങ്ങനെ ആയിപ്പോയതാണ്. അറിയാതെ ഒരു വ്രതം എടുത്തു. അപ്പോൾ പിന്നെ അങ്ങനെ ഇരിക്കട്ടെ എന്ന് കണ്ണനും വിചാരിച്ചു. കണ്ണനാണ് എന്നെ അങ്ങനെ ആക്കിയത്. അറിയാതെ എന്നെ കൊണ്ട് വ്രതം എടുപ്പിച്ചു. അപ്പം അങ്ങനെ കണ്ണൻ വിചാരിച്ചാണ് നീ എന്തായാലും ഈ വ്രതം എടുത്തേ പറ്റുള്ളൂ. അങ്ങനെ എന്നെ കൊണ്ട് വ്രതം എടുപ്പിച്ചു. ഇന്ന് 7 മണി വരെയാണ് ഏകാദശിയുടെ വ്രതം ഉണ്ടാവുക. അപ്പോൾ അതാ ഒരുപാട് ആളുകൾ ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോഴും നല്ല തിരക്കുണ്ട്. ഇപ്പോൾ സമയം 4:30 കഴിഞ്ഞു. ഇപ്പോഴാണ് ഞാൻ ഭക്ഷണം കഴിച്ചിറങ്ങിയത് കേട്ടോ. രാവിലെ തുടങ്ങി പട്ടിണി ഇരിക്കുന്നതാണ്. അങ്ങനെയൊക്കെ വ്രതം എടുത്ത് നോയമ്പ് തോറ്റിട്ടാണ് ഇന്നത്തെ ദിവസം, ഏകാദശി ദിവസം, ഇത്രയും ജനങ്ങൾ കണ്ണനെ കാണാനായിട്ട് വരുന്നത്. വെറുതെ നമ്മൾ അമ്പലം നടക്ക് നിന്ന് റീൽസ് എടുക്കാനും കുഴഞ്ഞാടാനും കണക്കാക്കിയല്ല ആളുകൾ ഇന്ന് എത്തുന്നത് കേട്ടോ. അപ്പം ഇതാണ് ഇന്നത്തെ ഗുരുവായൂരമ്പലത്തിൻ്റെ ഏകാദശിയുടെ വിശേഷങ്ങൾ. ഇതാ ഇപ്പോഴും ജനങ്ങൾ വന്നും പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല തിരക്കുണ്ട്. രാവിലെ ഇതിലും നല്ല തിരക്കായിരുന്നു.